Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളക്കാരോട് പറയേണ്ടതില്ല, ഉത്ബുദ്ധരാണ്. ആരോഗ്യം, ആയുസ്, വിദ്യാഭ്യാസം, ഇത്തരം വിഷയങ്ങളിൽ കേരളീയർ അമേരിക്കക്കും യൂറോപ്പിനും ഒപ്പമാണ്. ഇന്ത്യ വളരെ പിന്നിലാണെങ്കിൽ ഇത്രയും വലിയ പ്രതാപവും ബഹുമാനവും കേരളത്തിന് നേടാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഏറെ മുന്നിലാണ് കേരളീയ. മദ്രസകളില്ലാത്ത മഹല്ലുകളില്ല. അതുപോലെ തുടർ പഠനത്തിന് നിരവധി അറബി കോളേജുകൾ, ഇതെല്ലാം കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഒരുപാട് സംഘടനകൾ, ആ സംഘടനകൾക്കനുസരിച്ച് മദ്രസകളും സ്ഥാപനങ്ങളും, ഇതെല്ലാം സമുദായത്തിന്റെ ചെലവിലാണ് നടക്കുന്നത് എന്നത് പ്രശംസാർഹമായ മറ്റൊരു കാര്യം കൂടിയാണ്. ദരിദ്രരായ രക്ഷിതാക്കളുടെ മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദാരമതികളും സന്നദ്ധ സംഘടനകളും സജീവമായി പ്രവർത്തിക്കുക വഴി വിദ്യാഭ്യാസ രംഗം വളരെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകരണശീലമുള്ളവരാണ്. ഇതര ഭാഷകൾ ആ ഭാഷക്കാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയൊക്കെ കേരളീയരെ കാണാം. ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണയം വന്നിറങ്ങുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ ഈ പുതിയ അധ്യയന വർഷാരംഭത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കൂടുതൽ ഉത്ബുദ്ധരാക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലം അത് വേണ്ടിടത്തോളം ലഭിക്കുന്നില്ല. ഭൗതിക രംഗത്തും മതരംഗത്തും. ഭൗതിക രംഗത്ത് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള പല ഉൽപ്പന്നങ്ങളും കേരളീയരിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഫാക്ടറികളും നിർമ്മാണശാലകളും ഉണ്ടാക്കി ലോകത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ ഗുണഫലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തൊക്കെ തൊഴിലവസരങ്ങൾ കൂടുതലും വിദ്യാസമ്പന്നത കുറവുമായിരുന്നു. ഇന്ന് ബിരുദധാരികളൊക്കെ വെറുതെ നടക്കുന്ന കോലത്തിലായി. മതരംഗത്തും അതാണ് അവസ്ഥ. ഇത്രയേറെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പഠിച്ചിട്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഇമ്മത്തുകൾ, ഇമാമുമാർ നമ്മൾ എണ്ണാറില്ലേ? ഇമാം ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ഇമാം നവവി, എത്ര ഇമാമുമാരാണ്. ആ കൂട്ടത്തിൽ അതുപോലെ ഒരെണ്ണം ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബുഖാരി, മുസ്ലിം, നസായി, ഇബ്നു മാജ എന്നിങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അതിന്റെ മുസന്നിഫുകളെയും നമ്മൾ എണ്ണാറുണ്ട്. അവിടെയും കേരളത്തിന് അത്തരത്തിലുള്ളവ പണ്ഡിതന്മാരെ സംഭാവനയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മതരംഗത്താകട്ടെ ഭൗതിക രംഗത്താകട്ടെ ആ വിദ്യാഭ്യാസത്തിന്റെ ഗുണഫലം വേണ്ടതുപോലെ ഉണ്ടാകുന്നില്ല എന്നതൊരു സത്യമാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് തന്നെ വരാം. പൊതുവെ മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഈ വിഭജനത്തിൽ തെറ്റായ ചിന്താഗതിയും ശരിയായ ചിന്താഗതിയുമുണ്ട്. രണ്ട് തരം വീക്ഷണങ്ങളുണ്ട്. തെറ്റായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ സമുദായം കൊണ്ട് നടന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവ്, ഉപകാരമില്ലാത്ത അറിവ്. ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപകാരപ്രദമായ അറിവ്, അതാണ് എന്ന് സമുദായത്തെ മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഭൗതിക രംഗങ്ങളിൽ നിന്നെല്ലാം ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാറി നിന്നു എന്ന് തന്നെയല്ല, അല്പം അവജ്ഞയോടുകൂടി ഭൗതിക വിദ്യാഭ്യാസത്തെ ഈ സമുദായം കാണുന്നൊരവസ്ഥ ഉണ്ടായി. സാധാരണ പറയാറുണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിക്കരുത്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാക്ഷരത ഉണ്ടാകരുത്, എഴുത്തും വായനയും പഠിക്കരുത്. ഈ രൂപത്തിലുള്ള ഒരു പിന്നോട്ടുള്ള വഴി ഈ സമുദായത്തിന്റെ അകത്തു നിന്നുണ്ടാകാനുള്ള കാരണം വിദ്യാഭ്യാസത്തെ രണ്ടാക്കുകയും അതിൽ നാഫിയായ ഉപകാരപ്രദമായ വിദ്യാഭ്യാസം അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ലഭിക്കുന്ന അറിവ് മാത്രമാണ് എന്ന ഒരു ചിന്താഗതി സമുദായത്തില് പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു അനുഭവ യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലി ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദുക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹ് കാത്തോളണേ. ആ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന നിലക്കാണ് മതവിദ്യാഭ്യാസമാണ് ഉപകാരമുള്ളത്, മറ്റതൊന്നും ഉപകാരമില്ലാത്തതാണ് എന്ന വ്യാഖ്യാനമുണ്ടായത്. അങ്ങനെ അറിവെന്ന് പറയുന്നത് നമസ്കാരം, നോമ്പ് പോലുള്ള കർമ്മകാര്യങ്ങളും അതുപോലെ ചില വിശ്വാസ കാര്യങ്ങളും വുളൂ, കുളി പോലുള്ള വിഷയങ്ങളിലായി വിദ്യാഭ്യാസം, മുസ്ലിംകളുടെ വിദ്യാഭ്യാസം അങ്ങ് ചുരുങ്ങി. ഇതിന്റെ ദുരന്തഫലം ഭൗതികമായ അറിവുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വാക്താക്കളുടെ പുറത്തായി. അത് അപ്രധാനമായി, അപ്രസക്തമായി. അപ്പോഴാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ വിഭജനം തെറ്റാണ്, വിദ്യാഭ്യാസം അനിവാര്യമാണ്, ശരിയായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളൊക്കെ മനസ്സിലാക്കണം. എന്താണ് ഉപകാരപ്രദമായ അറിവ്, അല്ലാത്ത അറിവ്? ഒരാൾ കാര്യങ്ങളൊക്കെ പഠിച്ചു ജീവിതത്തിലില്ല, പിന്നെ ആ വിദ്യാഭ്യാസം കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഇൽമുണ്ട്, അമലില്ല. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലി ചോദിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ തനിക്ക് വേണ്ടതല്ല പഠിച്ചത്, വേറെന്തൊക്കെയോ ആയിരുന്നു തന്റെ അഭിരുചി, തന്റെ ജോലി മേഖല. പക്ഷെ ജീവിതകാലം മുഴുവനും പഠിക്കാൻ ചെലവാക്കിയത് വേറെന്തോ സംഗതികളാ. പഠിച്ചുകൊണ്ടൊരു ഉപകാരമില്ല. ആ ഒരു രൂപത്തിലായി പോകരുതേ. ഇനി അതുപോലെ തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജോലിയില്ല. അത് പഠിച്ചത് കൊണ്ട് ഉപകാരമില്ലാത്ത വേറൊരവസ്ഥയാണ്. ഈ രംഗങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നവോത്ഥാന പ്രസ്ഥാനം ഉണർന്ന് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, ലോകരെ,
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വാക്താക്കളുടെ പൂർവികരായ ആളുകൾ ലോകത്തുള്ള വിജ്ഞാന ശാഖകൾ മുഴുവനും കൈകാര്യം ചെയ്ത മഹത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് നല്ലൊരു പാരമ്പര്യവും നല്ലൊരു നാഗരികതയുമുണ്ട്. ആ നാഗരികത നമ്മൾ പിന്തുടരുകയും തിരിച്ചു പിടിക്കുകയും നമ്മുടെ അനിവാര്യമായ ലക്ഷ്യമാണ്. മഹാനായ ഇമാം റഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തർജുമ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തുകയാണ്. അലാഉദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വൈദ്യശാസ്ത്രത്തിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയും 300 വാല്യമുള്ള ഗ്രന്ഥം എഴുതുകയും ചെയ്തു. ആ 300 വാല്യമുള്ള ഗ്രന്ഥത്തെ ഒന്ന് കടഞ്ഞെടുത്തപ്പോ 80 വാല്യമുള്ള ഗ്രന്ഥങ്ങളായത് മാറി അത് ലോകത്തിന് സമ്മാനിച്ചു. അതിനെ പിന്തുടർന്നിട്ടാണ് പിന്നീട് വൈദ്യശാസ്ത്രങ്ങളിലുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഇബ്നു സീന ആ മഹാനുഭാവൻ രചിച്ച ഗ്രന്ഥമാണ് മിസ്റിലുള്ള ആളുകൾ, ഡോക്ടർമാർ അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ അത്തിബ്ബ എന്ന നാമധേയത്തിലാണ്, ഡോക്ടർമാരുടെ ഗുരു എന്ന നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് വൈദ്യശാസ്ത്രത്തിൽ ഇതുപോലെ പഠനം നടത്തുകയും റിസർച്ച് ചെയ്യുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പുറത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി, അറബി ഭാഷ പഠിക്കാനുള്ള നഹ്വും ബയാനും മഅനിയും ഇതിനെല്ലാം ഇബ്നു സീന ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്ത മഹാരഥന്മാരായ ആളുകളെയാണ് നമ്മുടെ മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പിന്നെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും തമ്മിലുള്ള മാറ്റം എന്താണ്? ഏത് പഠിക്കലാണ് നമുക്ക് നിർബന്ധം? എങ്ങനെയാണ് അത് നിർബന്ധമാകുന്നത്? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യനോടാണ്. മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായാൽ സംഗതി കഴിഞ്ഞു. എന്താ മനുഷ്യൻ? ജന്തുവർഗങ്ങളില്ലേ, ഈ ഭൂമിയിലെ ജന്തുവർഗം 15 ലക്ഷത്തോളം വരുന്ന ഈ ഭൂമിയിലെ ജന്തുവർഗങ്ങളിൽ നിന്ന് പഠിക്കുകയും ആ പഠിച്ചത് കൊണ്ട് ഉപകരിക്കുകയും ചെയ്യുന്ന ഏക ജീവി മനുഷ്യനാണ്. പഠിച്ച് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. അതൊരു വസ്തുതയാണ്. കഴിഞ്ഞ തലമുറ എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തങ്ങൾ ആർജിച്ച പുരോഗമനം അടുത്ത തലമുറക്ക് കൈമാറി. ആ കൈമാറുന്നതൊക്കെ എഴുത്തിലൂടെയും വായനയിലൂടെയും സംയോജിപ്പിച്ച് നിരന്തരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വർഗം ജന്തുലോകത്ത് മനുഷ്യൻ മാത്രമാണ്. അതാ മനുഷ്യന്റെ വ്യതിരക്തത, അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഈ പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മലക്കുകളോട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫനെ ഉണ്ടാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തലമുറയെ പ്രതിനിധീകരിച്ച് അതിനെ പരിവർത്തിപ്പിച്ച് അടുത്ത തലമുറക്ക് കൈമാറുന്ന സൃഷ്ടികളെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ രൂപത്തിൽ പരിവർത്തനപ്പെടുന്ന മനുഷ്യൻ, നിരന്തരമായി ഈ ഭൂമിയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. അല്ലാഹു തആല ഭൂമിയെ, ഈ പ്രകൃതിയെ വിട്ടുകൊടുത്തിരിക്കുക. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ഇതിൽ ഭരണം നടത്താൻ, ഇതിൽ റിസർച്ച് ചെയ്യാൻ, ഇതിൽ കണ്ടുപിടിക്കാൻ, ഇതിൽ ഉപകരിക്കാൻ, ഇതിനെ പലതായി വികസിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്. അതാ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ വികസിക്കാനും വികാസം പ്രാപിക്കാനും പറ്റുന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും ആ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന് അല്ലാഹു തആല കൊടുത്ത സ്രോതസ്, ഇങ്ങനെ വികസിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തആല കൊടുത്ത സ്രോതസ് അത് വേദഗ്രന്ഥമല്ല, ഖുർആനല്ല, റസൂലല്ല, മനുഷ്യന്റെ ബുദ്ധിയാണ്. ആ മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചിട്ട് അവന് വികാസം പ്രാപിക്കാം, എത്രയും വികസിക്കാം. അതിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് മനുഷ്യന്റെ ഒരു വശം. ഈ ഒരു വശം ഉള്ളത് കൊണ്ടാ പരീക്ഷ നടക്കുന്നത്.
മനുഷ്യന് സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന, നന്മയും തിന്മയും നിശ്ചയിക്കുന്ന പരീക്ഷ അവൻ ഖലീഫയായതുകൊണ്ടും വികസിക്കുന്നത് കൊണ്ടും വികസനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ്. ഒരേ നിപ്പ് നിൽക്കുകയാണ്, പിന്നെന്ത് പരീക്ഷ? ആ കുറുക്കൻ ചെയ്ത് ശരിയായില്ല, ഈ തെങ്ങ് തെറ്റാ ചെയ്തത് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. കാരണം അത് ഒരേ നിപ്പ. അതിന് പരിവർത്തനങ്ങളും പലതും പ്രവർത്തിക്കുന്ന കഴിവുമില്ല. പലതും പ്രവർത്തിക്കുന്ന കഴിവും പരിവർത്തനവും ഉണ്ടായപ്പോ, അവൻ ഖലീഫയായപ്പോ അവിടെ തെറ്റും ശരിയും വരും. അവിടെ തെറ്റും ശരിയും വരും. അവനോട് ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനൊരു സംവിധാനം വേണം. അതിനെ അല്ലാഹു തആല റസൂലിനെ അയച്ചതും കിതാബ് ഇറക്കിയതും. കിതാബ് ഇറക്കിയത് അതിനാ. അല്ലാതെ പള്ളിയിൽ ഇരുന്നിട്ട് ദിക്റിയെല്ലാം മാത്രമല്ല, ചുരുങ്ങിയ കർമ്മങ്ങൾ ചെയ്യാൻ മാത്രമല്ല, അതല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളും വൈവാഹിക ജീവിതം സംഘടിപ്പിക്കുന്ന പരിപാടികളും ചില്ലറ ദിനചര്യകളും അതിലൊതുങ്ങുന്നതല്ല ഇസ്ലാം. ഇസ്ലാം മനുഷ്യന്റെ കൂടെ ഇറങ്ങിയിട്ട് അവൻ ആർജിക്കുന്ന മേഖലകളിൽ മുഴുവനും കടന്നു ചെന്നിട്ട് നീ ഇവിടെ ഇന്നത് ചെയ്താൽ അത് തെറ്റാകും, ഇന്നത് ചെയ്താൽ അത് ശരിയാകും എന്ന് കൂടെ നിന്ന് പറയുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലുണ്ട്. അതാ ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസവും. ഈ ഒരറിവുണ്ടല്ലോ, മനുഷ്യന്റെ എല്ലാ മേഖലകളിലും കടന്നു ചെന്നിട്ട് അള്ളാന്റെ ഇഷ്ടം ഇന്നതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരറിവ്. ആ അറിവിന്റെ പേരാ ശരീഅത്ത്. അത് പഠിപ്പിക്കാനാ റസൂലുള്ളാഹിയും ഖുർആനും വന്നത്. അപ്പോ ഖുർആനിന്റെയും റസൂലിന്റെയും റിസാലത്തിന്റെയും ശരീഅത്തിന്റെയും വികാസം എത്രയാ, അതിന്റെ വലുപ്പം എത്രയാ? എത്രയാണോ മനുഷ്യൻ ഭൗതികമായി വികസിക്കുന്നത് അത്രയാ. ഭൗതികമായി വികസിച്ച് എവിടെ എത്തുന്നോ അവിടെ ഒക്കെ ഇസ്ലാമുണ്ട്. അല്ലാതെ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയുന്ന മതമല്ല ഇസ്ലാം, അള്ളാഹുവിന്റെ മതമാണ്. അപ്പോൾ മനുഷ്യൻ ഖലീഫയായി എന്ന നിലക്കുള്ള വികാസം പ്രാപിക്കുന്നതിന്റെ മാനദണ്ഡം ബുദ്ധിയാണെങ്കിൽ, ആ ബുദ്ധി അനുസരിച്ച് വികാസം പ്രാപിക്കുന്ന മനുഷ്യൻ എത്തിപ്പെടുന്ന മേഖലകളിൽ ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ്, ഇന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, ഇന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന ഹലാലും ഹറാമും വാജിബും ഒക്കെ അവരവരോട് അതത് അവസരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആ നിയമത്തിന്റെ പേരാണ് ശരീഅത്ത്. അതിന്റെ സ്രോതസ് അക്കലല്ല, ബുദ്ധിയല്ല. അതാണ് റിസാലത്തിന്റെ വഴിയിൽ കിട്ടുന്ന ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. കാരണം പറയുന്ന അള്ളാന്റെ നിയമമാണ്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ ഉണ്ടാക്കിയതല്ല. അത് ഇന്നിടത്തേക്ക് ഈ രൂപത്തിലാണ് ആ നിയമം എന്ന് മനസ്സിലാക്കിയെടുക്കാനാണ് ബുദ്ധി ഉപയോഗിക്കുന്നത്, അതിന്റെ റിസർച്ചില്. അല്ലാതെ നിയമങ്ങൾ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, അത് അള്ളാഹുവിന്റെ വകയാണ്. ഇത് രണ്ടും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവന്റെ മേഖലവും പഠിക്കണം. ഓൻ ജീവിക്കുന്ന മേഖല, കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടം പഠിക്കണം, ഡോക്ടറാണെങ്കിൽ അത് പഠിക്കണം. ഓരോരുത്തരെ അല്ലാഹു തആല ഓരോന്നിലും നിക്ഷേപിച്ചിരിക്കുക. എന്നാലേ ഈ ലോകത്തിന്റെ വികസനം നടക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹ് പറയാ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് എന്താണോ അല്ലാഹ് തന്നത്, ആ തന്നതിൽ നിന്നുകൊണ്ട് നിന്റെ സ്വർഗം ഉണ്ടായിക്കോ. അദ്ദാറൽ ആഖിറ. നിനക്ക് എന്താണോ തന്നത് അതിൽ നിന്നിട്ട് നീ സ്വർഗം ഉണ്ടായിക്കോ, അത് നീ തേടിക്കോ. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഐഹിക ജീവിതത്തിലുള്ള നിന്റെ ഓഹരിയെ, നിന്റെ ഭാഗതയത്തെ നീ വിസ്മരിക്കരുത്. അത് ഒഴിവാക്കിയിട്ട് സ്വർഗത്തിൽ പോകുന്ന പരിപാടിയല്ല ഇസ്ലാമിലുള്ളത്. നിന്നെ ഡോക്ടറാക്കിയതാണോ, നിനക്ക് അതാണോ അല്ലാഹു തആല തന്ന അഭിരുചി? ഈ അഭിരുചി അനുസരിച്ചുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ ഖുർആൻ നമ്മോട് പറയുന്ന സംഗതികളാണ്. നിന്നെ ഏതൊരു രംഗത്താണോ അല്ലാഹു തആല നിശ്ചയിച്ചത് ഈ ലോകത്തിന്റെ വികാസത്തിന്, അതിൽ നിന്നുകൊണ്ട്, അതിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചുകൊണ്ട്, അവിടെ ഹറാമായത് ഒഴിവാക്കി അവിടെ നിർബന്ധമായത് ചെയ്ത് അവിടെയുള്ള ശരീഅത്ത് പാലിച്ച് അതിലൂടെ നീയും പോയിക്കോ സ്വർഗത്തിലേക്ക്.
ഇതാ അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ആരൊക്കെ ഏതൊക്കെ മേഖലയിലാണുള്ളത് അതിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. വബ്തഗി ഫീമാ ആതാക ദാറൽ ആഖിറ വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്നതെന്തോ അതിൽ നിന്നുകൊണ്ട് നീ സ്വർഗം തേടിക്കൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ അല്ലാഹു നിനക്ക് തന്ന നസീബ്, നിന്റെ ഭാഗധേയം, നിന്നെ നിശ്ചയിച്ച റോള്, അതിനെ നീ മറന്നു കളയരുത്, അതിനെ വിസ്മരിച്ച് കളയരുത് എന്ന് പറയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ നല്ലൊരു ഡോക്ടറായി, നല്ല മാഷായി, നല്ല എഞ്ചിനീയറായി, നല്ല കച്ചവടക്കാരനായി, നല്ല കർഷകനായി നീയും പോയിക്കോ സ്വർഗത്തിലേക്ക്. എങ്ങനെ നല്ല ഡോക്ടറാകുക? ആ വഴിയിൽ അള്ളാഹുവിന്റെ നിയമം എന്താണോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ശരീഅത്തിലുണ്ട്. ഡോക്ടറോട് സംവദിക്കുന്നുണ്ട്. ഡോക്ടർക്കൊക്കെ എത്രയാ ഇസ്ലാമിലുള്ള സ്ഥാനം. അള്ളാഹ് പറഞ്ഞു നോമ്പ് വെൽക്കാൻ. അങ്ങനെ ഒരാൾ ഡോക്ടറെ അടുത്ത് പോയതാ രോഗമായിട്ട്. ഡോക്ടർ പറഞ്ഞു നിനക്ക് നോമ്പ് വെൽക്കാൻ പറ്റൂല. നീ പറയുന്ന കണക്ക അള്ളാഹ് പറഞ്ഞല്ലേ എന്നോട് നോമ്പ് വെൽക്കാനും, ഞാൻ നോമ്പ് വെൽക്കും എന്നാണോ പറയേണ്ടത്? അവിടെ ശരീഅത്ത് പറയുന്നു നീ നോൽക്കണ്ട. നിന്നോട് ഡോക്ടർ പറഞ്ഞില്ലേ നോമ്പ് വെൽക്കരുത്, നിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, വേണ്ട. അതാ ശരീഅത്ത്. ഒളുവെടുക്കൽ നിർബന്ധ, കുളിക്കൽ നിർബന്ധ. ഡോക്ടർ പറയാം നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, നിന്റെ മുറിവ് ഉണങ്ങൂല, നിന്റെ രോഗം മാറൂല, അതുകൊണ്ട് നീ വെള്ളം ഉപയോഗിച്ച് ഒളുവെടുക്കരുത്, കുളിക്കരുത്. ആ വ്യക്തിയോട് ശരീഅത്ത് എന്താ പറയുന്നത്? തയമ്മം ചെയ്താൽ മതി. മറ്റേ അള്ളാഹ് പറഞ്ഞതാ, ഇത് ഡോക്ടർ പറഞ്ഞതാ, അപ്പൊ ഡോക്ടർ പറഞ്ഞതല്ലേ അള്ളാഹ് പറഞ്ഞതാ എടുക്കണ്ട. അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെതാണ് ഇത് മുഴുവനും. ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ളതും ഈ പ്രകൃതിയും അതിലുള്ള മനുഷ്യനും ആ മനുഷ്യന്റെ കഴിവും ഒക്കെ അള്ളാൻ്റെതാ. ഒരു പരീക്ഷണാർത്ഥം സംവിധാനിച്ച ഏർപ്പാടാണിത്. അതിനെ അല്ലാഹു തആല പല തട്ടുകളിലായി, പല മേഖലകളിലായി വികസിപ്പിച്ചിരിക്കുകയാണ് ഈ മനുഷ്യലോകത്തെ. അവിടെയൊക്കെ ശരീഅത്ത് കടന്നു ചെല്ലുന്നു. എന്നിട്ട് ശരീഅത്തിന്റെ നിയമം പറയുന്നു ആ വ്യക്തിയോട്, അത് പാലിച്ചാ പോക സ്വർഗത്തിലേക്ക്, ഇല്ലെങ്കിൽ നരകത്തിലേക്കും പോകാം. ഇതാ ഇസ്ലാം. അപ്പോ ഏത് മേഖലയിലാണോ ഉള്ളത് ആ മേഖലയെ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ശരീഅത്തിന് അല്ലാഹു തആല ഖുർആനില് അമാനത്ത് എന്നൊരു പേരിട്ടിട്ടുണ്ട്. അറളിനൽ അമാനത്താന്ന് പറയുന്നില്ലേ? ആകാശഭൂമികൾക്ക്, പർവ്വതങ്ങൾക്ക്, ഈ പ്രകൃതി വസ്തുക്കൾക്ക് ഞാൻ അമാനത്തിനെ ഒന്നങ്ങ് കാണിച്ചു കൊടുത്തു. നിങ്ങളെടുക്കുന്നോ, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ടേ. അത് പിന്നെ മനുഷ്യനായി ഏറ്റെടുത്തത്. എന്താ അമാനത്ത്? നിരന്തരമായ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പരിവർത്തന മേഖലകളിലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട ഒരു സ്ഥിതിക്ക് അതിങ്ങനെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ അവിടെയൊക്കെ നിന്റെ നിയമം പാലിച്ചോളാം, അള്ളാഹുവിന്റെ നിയമം പാലിച്ചോളാം. അള്ളാഹുവിന്റെ നിയമം പാലിച്ച് കച്ചവടം ചെയ്യുമ്പോ അമാനത്തുള്ള കച്ചവടമായി. അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് വേറെ ജോലി ചെയ്യുമ്പോ അമാനത്തുള്ള ജോലിയായി. അത് നിങ്ങൾ ഏറ്റെടുക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് അഹ്ലിയായ നിർബന്ധിതാവസ്ഥയിലുള്ള കീഴ്പ്പെടൽ മതി. മലക്കുകളടക്കം അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്ന ഇഖ്തിയാർ നിലക്കല്ല, സ്വാതന്ത്ര്യത്തിന്റെ നിലക്കല്ല. അവരെ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ അങ്ങ് ഒടുങ്ങിപ്പോകുന്ന സൃഷ്ടികളാണ്. മനുഷ്യൻ അങ്ങനല്ല. അവന് സ്വാതന്ത്ര്യം കൊടുത്തു, ഏത് നിലക്കും പരിവർത്തനപ്പെടാം, പക്ഷെ അള്ളാന്റെ നിയമം പാലിച്ചോളണം. ഇതാ വ്യത്യാസം. അപ്പോൾ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുകയും രണ്ടും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാമുള്ള ശരീഅത്തിന്റെ നിയമം പഠിക്കുക. അപ്പൊ വലിയ പ്രയാസാകും. ശരീഅത്തിന്റെ നിയമം എത്ര വ്യാപകമായി കിടക്കുന്നു, ഇതൊക്കെ പാടെ പഠിക്കണോ? എന്തിനാ പഠിക്കുന്നത്? താൻ ഏത് മേഖലയിലാണോ ആ മേഖലയിലുള്ള ശരീഅത്ത് പഠിക്കണം. അതാ നിർബന്ധം. അല്ലാതെ ലോകത്തുള്ള ശരീഅത്ത് മുഴുവനും പഠിക്കലല്ല. ജീവിതകാലം മുഴുവനും പഠിച്ചാലും തീരൂല. കച്ചവടത്തിലാ കച്ചവടത്തിന്റെ പഠിക്കണം. തന്റെ ഭാഗധേയം ഏതാ അതിലുള്ള പഠിക്കണം. അതാണ് നിനക്ക് ഖലീഫ എന്ന നിലക്കുള്ള നിർബന്ധ ഘടകം.
മറ്റത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവരും പഠിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയാം. അപ്പോ വികാസം എന്ന് പറയുന്നതും ഭൗതികമായ അറിവ് എന്ന് പറയുന്നതും അത് പരന്നു കിടക്കുകയാണ്. അതെല്ലാം പാടെ പഠിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മതവിദ്യാഭ്യാസം. ഈ രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കി, ബാധ്യത മനസ്സിലാക്കി, അള്ളാഹുവിന്റെ പ്രപഞ്ചം, ആ പ്രപഞ്ചം എന്റെ കൂടി ഉത്തരവാദിത്തത്തിലുള്ളതാണ്, അതിൽ എനിക്കും ചില റോളുകളുണ്ട്, ഞാനത് നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും എന്ന വസ്തുതകളൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതം പരിവർത്തനപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. എത്ര കാലമായി നമ്മൾ ഈ വസിയ്യത്ത് കേൾക്കുന്നു? അള്ളാഹിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ജീവിതമൊക്കെ പലതാ, പല മേഖലകളിലാണ് നമ്മുടെ ജീവിതം. ആ മേഖലകളിലൊക്കെ ശരീഅത്ത് പാലിക്കണമെന്നായി പറയുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ വസിയ്യത്ത് ആവർത്തിച്ച് എല്ലാ ആഴ്ചയും മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഖുതുബ. അപ്പൊ ഏതായാലും ശരീഅത്ത് എത്ര പഠിക്കണം നമ്മൾ ഓരോരുത്തരും. ശരീഅത്തിൽ പഠിക്കൽ നിർബന്ധമായ സംഗതികൾ അത് പ്രത്യേകമായി പറയുന്നുണ്ട്. അതിനാണ് ഈ 6 ഈമാൻ കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ, എല്ലാവർക്കും നിർബന്ധമായ വിഷയങ്ങൾ, ദിനചര്യകൾ, തൗഹീദ് മനസ്സിലാക്കുക, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും മനസ്സിലാക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇലാഹായ റബ്ബിനെ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അറിവുണ്ടാവുക. ഇങ്ങനെ ഓരോ മുസ്ലിമും പ്രാഥമികമായി പഠിക്കേണ്ട സംഗതികൾ, ദിനചര്യകൾ, അതുപോലെ ദൈനംദിന ജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ പഠിക്കുക. ഇതൊക്കെ പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ് മദ്രസ. എല്ലാ മഹല്ലുകളിലുമുണ്ട് എന്ന് പറഞ്ഞ മദ്രസ. ഏത് മേഖലയിലേക്ക് പോയാലും അറിവിന്റെ മുഖ്യ ലക്ഷ്യം പണമല്ല, മറിച്ച് ഒരു നല്ല മനുഷ്യന്റെ രൂപീകരണമാണ് എന്ന് പഠിപ്പിക്കുന്ന പാഠശാല. ഏത് മേഖലയിലേക്ക് പോയാലും ആ മേഖലയിലൂടെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് പഠിപ്പിക്കുന്ന പാഠശാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും ഇൽമിന്റെ മാർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹ് എളുപ്പാക്കി കൊടുക്കും. എന്താ പറഞ്ഞേ? ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയെ സംബന്ധിച്ചുള്ള അറിവുണ്ടെങ്കിൽ ലാഭമൊക്കെ കിട്ടും, പണമൊക്കെ കിട്ടും. പക്ഷെ അതിലുള്ള അള്ളാഹുവിന്റെ ഇഷ്ടവും അനിഷ്ടവും കൂടി പരിഗണിക്കുന്ന അറിവ് എനിക്ക് വേണം, ഞാൻ അതും കൂടി പരിഗണിക്കുന്നുണ്ട് എൻ്റെ ഈ മേഖലയിൽ എന്ന് ഒരാൾ മനസ്സിലാക്കുകയും അത് പഠിക്കാൻ പോവുകയും ചെയ്താൽ അതേ പ്രവൃത്തി കൊണ്ടോന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവും. ദുനിയാവും കിട്ടി, സ്വർഗവും കിട്ടി. അപ്പൊ ഏത് മാർഗത്തിലാണോ നമ്മൾ ഏർപ്പെടുന്നത് അതിലെ ഇസ്ലാമിക വശം കൂടി പഠിക്കണം. പ്രാഥമികമായ അറിവിന്റെ പുറമെ ഏത് മേഖലയിലാണോ നമ്മളുള്ളത് ആ മേഖലയിലുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ കൂടി പഠിക്കണം. ഇത് നമുക്ക് നിർബന്ധമാണ്. അപ്പൊ അതിനാ നമ്മുടെ നാട്ടില് അൽഹംദുലില്ലാഹ് വളരെ നല്ല രൂപത്തിൽ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ദയനീയമെന്ന് പറയട്ടെ, പണ്ട് കാലത്ത് ഈ സമുദായം മതവിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു, ശരീഅത്ത് പഠിക്കാൻ. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിൽ ശരീഅത്ത് വിദ്യാഭ്യാസം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്, പാടെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലില്
നല്ല ഒരു സ്ഥാപനവും അതുപോലെ തന്നെ തൃപ്തികരമായ പ്രശംസാർഹമായ വിജയവും പഠനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായും തൃപ്തികരമല്ല. എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് പരിഹരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ആത്മീയ രംഗത്തുള്ള ഒരു പരിശ്രമം നിർബന്ധമാണ്. അല്ലാഹു തആല ആത്മീയ രംഗത്തുള്ള പരിശ്രമത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫല്യതനാഫസ്. മുനാഫസ എന്ന് പറഞ്ഞ വാശി. ആത്മീയ രംഗത്ത് സ്വർഗത്തിലേക്കെത്താൻ നിങ്ങൾ വാശി കാണിക്കണം. വസാരിയു മുസാറ, ധൃതി. നിങ്ങളൊരൽപ്പം ധൃതി കാണിക്കണം, ഒരു വാശി ഉണ്ടാകണം. സാബിഖു വസാബിഖു മുസാബക്ക. നിങ്ങൾ നല്ലോണം മത്സരിക്കണം, വാശി ഉണ്ടാകണം, ധൃതി കാണിക്കണം. നാളാട്ടെ മറ്റന്നാളാട്ടെ പറ്റൂല. ഈ മുസാബക്ക നമ്മൾ ആത്മീയ വിഷയത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ നടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളൊക്കെ ഇങ്ങ് വന്നാൽ ചോദിക്കാറുണ്ടായിരുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ. ഇന്നാർക്കാ നോമ്പുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കാം. റസൂൽ ചോദിച്ചു, അമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ. ഇന്നാരാ മയ്യത്തിനെ അനുഗമിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട് റസൂലെ മയ്യത്തിന്റെ കൂടെ. ഫമൻ അത്വമ മിൻകുമുൽ യൗമ മിസ്കീനൻ. ആരാ ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതും ചെയ്തിട്ടുണ്ട് റസൂലേ. ചോദിക്കുന്ന റസൂലല്ലേ, പറയാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. റസൂല് വീണ്ടും ചോദിച്ചു, ഹുമൻ നാദ മിൻകുമുൽ യൗമ മരീളൻ. ആരാ ഇന്ന് രോഗീനെ സന്ദർശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതും ഞാൻ ചെയ്തിട്ടുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതൊക്കെ ചെയ്താൽ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട്. കുട്ടികളോട് നമ്മൾ ചോദിക്കും, SSLCയിൽ A+ കുറഞ്ഞു പോയാൽ ചോദിക്കും, ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ നീ? അവിടെ നിന്റെ കൂട്ടുകാരന് രോഗമായിരുന്നല്ലോ, പോയി നോക്കിയിട്ടുണ്ടോ? അത് ചോദിക്കണ്ടേ? മതപരമായ കാര്യങ്ങളിൽ കൂടി ഇതുപോലുള്ള ഒരു ചോദ്യവും മറുപടിയും വീട്ടിൽ നടക്കണ്ടേ? നിസ്കാരത്തിന്റെ സമയത്തൊന്നും കുട്ടികൾ മദ്രസയിലില്ല, ഒക്കെ വീട്ടിലാ. അപ്പോ നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകിച്ച് രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം, അവരോട് ചോദിക്കണം. അതുപോലെ ഖുർആൻ ഓതുന്നുണ്ടോ, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയാ, ഈ വിഷയങ്ങളൊക്കെ രക്ഷിതാക്കൾ ഇടപെട്ട് അവരുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് സംസാരിച്ച് അങ്ങനെയുള്ള ഒരു ആത്മീയമായ പരിവർത്തനം നമുക്ക് നിർബന്ധമാണ്. അല്ലാതെ മദ്രസയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട് പോരാ. അപ്പൊ ഒരുപാട് പരിവർത്തനം ഇനിയും ആവശ്യമുണ്ട്. ശരീഅത്തിന് തക്കതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അല്ലാഹു തആല അങ്ങനെയൊക്കെ നൽകുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഭൂമി ലോകത്തുള്ള ജീവിതത്തിൽ ഞങ്ങളെ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിന്റെ ഇഷ്ടത്തോടു കൂടി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുവഴി സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അതിനുള്ള അറിവും കഴിവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ തന്നതിന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.